മലപ്പുറം വളാഞ്ചേരി കുളമംഗലം മഞ്ചര ക്ഷേത്രത്തിൽ മോഷണം. മോഷ്ടാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വളാഞ്ചേരി കുളമംഗലം മഞ്ചര മഹാദേവ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. മോഷ്ടാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു. 3 മാസത്തോളമായി വളാഞ്ചേരി വൈക്കത്തൂർ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി സുമൻകുമാറിനെയാണ് നാട്ടുകാർ വളാഞ്ചേരി പോലീസിലേൽപ്പിച്ചത്. അമ്പലത്തിൽ നിന്നും മോഷ്ടിച്ച സാധനങ്ങൾ വളാഞ്ചേരിയിലെ കടയിൽ വിൽപ്പന നടത്തിയതായും പോലീസ് കണ്ടെത്തി. 6 നിലവിളക്കുകൾ, വെള്ളിമാലകൾ തുടങ്ങി 25,000 രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത്. 2 മാസത്തിനിടെ 4 തവണ ഇതേ അമ്പലത്തിൽ മോഷണ ശ്രമം നടന്നിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു. ക്ഷേത്രത്തിന് കഴിഞ്ഞ മെയ് 31-ാം തീയതി ഇതുപോലെ തൊഴിലുറപ്പുകാരവിടെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരാൾ കയറുന്നു. ക്ഷേത്രത്തിൽ പരിചയമില്ലാത്ത ഒരാൾ വരികയും തിരിച്ചൊരു പുതിയതായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല. അന്നോട്ട് ഞങ്ങൾ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ പിന്നെ അതിനുശേഷം 2 തവണയും കൂടെ കയറുകയും സാധനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ ഇതുവരെ ഒരാൾ വരികയും അവിടെ ആൾ നിൽക്കുന്നതുകൊണ്ട് മടങ്ങി താഴോട്ട് ഇറങ്ങുകയും താഴെയുള്ള ലത എന്ന് പറയുന്ന കുട്ടി ഇയാളെ കഴിഞ്ഞ ദിവസം കണ്ട് അത് വെച്ച് തിരിച്ചറിയുകയും നാട്ടുകാരെ അറിയിക്കുകയും അങ്ങനെ നാട്ടുകാർ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയും പോലീസ് അയാളെയും കൂട്ടി വളാഞ്ചേരി കടകളിൽ കയറി കടയിൽ നിന്നും സാധനങ്ങൾ 4 വിളക്കൊഴിച്ച് ഉള്ള ബാക്കി സാധനങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മുൻപും വിവിധ ക്ഷേത്രങ്ങളിൽ സമാന രീതിയിലുള്ള മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഈ പ്രതി തന്നെയാണോ മോഷണത്തിന് പിന്നിലെന്ന് അന്വേഷിച്ചു വരികയാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.